കൊല്ലമായിട്ട് രാവും പകലിരുന്ന് പഠിച്ചിട്ട് അതിനകത്തൊരു അക്ഷരം പോലും ചോദിക്കാതെ എക്സാം പേപ്പർ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയ അവസ്ഥ. എന്തിനു വേണ്ടി ഇതൊക്കെ പഠിച്ചെന്ന് തോന്നിപ്പോവല്ലേ? ഇത്രയും നാളും കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയി പോയില്ലോ എന്ന് ഒരു ചിന്ത എപ്പോഴെങ്കിലും വരുമല്ലേ? എനിക്കും തോന്നിയിരുന്നു. ഫസ്റ്റ് ഡേ ആകെ പടക്കൊളായപ്പോൾ സെക്കൻഡ് ഡേയും തേർഡ് ഡേ ആയിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ കാര്യം ഉണ്ടായില്ല. തേർഡ് ഡേ പിന്നെയും കുഴപ്പമുണ്ടായില്ല. സെക്കൻഡ് ഡേ ദാ എടുക്കുന്നു. ഒട്ടും വിചാരിക്കാതെ, അതായത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ടോപ്പിക്കാണ് വന്നിരുന്നത്. പിന്നെ എൻ്റെ ഒരു സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാത്രമായിരുന്നില്ല എക്സാം ബുദ്ധിമുട്ട്. എക്സാം എഴുതിയ ഒട്ടുമിക്ക ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ടീച്ചേഴ്സും പ്രിൻസിപ്പളും പറയുകയും ചെയ്തു ഈ പ്രാവശ്യത്തെ എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ ബുദ്ധിമുട്ട്, ഞങ്ങൾ അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അവരല്ലല്ലോ ഇടുന്നേ, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന്. ഓരോ സ്റ്റേറ്റ് അനുസരിച്ചായിരിക്കും ഈ ഒരു എക്സാമിൻ്റെ ടഫ്നെസ് വരുന്നത്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് നഴ്സിംഗിന് വരാനിരിക്കുന്നവരും അല്ലെങ്കിൽ നഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കായിട്ടുള്ള ഒരു കുഞ്ഞൊരു കാര്യം, ഉപദേശമൊന്നും അല്ല കേട്ടോ. പല ആൾക്കാരും നാട്ടിൽ നിന്ന് പറയും നഴ്സിംഗ് ഇവിടെ ഭയങ്കര സിമ്പിളാ, പണിയെടുത്താൽ മാത്രം മതി, പഠിക്കാൻ കുറവായിരിക്കും. വിശ്വസിക്കല്ലേ? പിന്നെ സ്റ്റൈഫൻഡ് ഉള്ള കാരണം കൊണ്ട് മാത്രം നിങ്ങളോട്ട് വരരുത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം. ഞാനിവിടെ വന്നപ്പോഴാണ് അത് മനസ്സിലായത്. എല്ലാവരും ഈ ജർമ്മനിനെ പറ്റിയും അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിനെ പറ്റിയല്ല കേട്ടിട്ടുള്ളൂ. അബ്ഷ്ലൂസ് എക്സാമിനെ പറ്റി അല്ലെങ്കിൽ ഫൈനൽ എക്സാമിനെ പറ്റി അറിഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നിയില്ലേ?